ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്ന് ഒരു ഷെഫ് പറഞ്ഞു തന്ന ഗ്രിൽഡ് ഷവായി ചിക്കനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, ഹോട്ടലിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതിന് വേണ്ടി തൂവലോട് കൂടി ഞാനിവിടെ 1.25 കിലോയുടെ കോഴിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വേസ്റ്റെല്ലാം കളയുമ്പോൾ കുറച്ച് കുറവുണ്ടായിരിക്കും. ഇനി വീഡിയോയിൽ കാണുന്ന രീതിയിൽ കട്ട് ചെയ്ത് ഈ ഒരു ലെവലാക്കി എടുക്കുക. ഒന്ന് ചതഞ്ഞ പോലെ ഉണ്ടാവണം, നല്ല ഫ്ലാറ്റായിട്ട്. പിന്നെ വറ്റൽ മുളക്, കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, പിരിയൻ മുളക്, അത് 10 എണ്ണം വലിയ സൈസിലുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വിനേഗർ ഒഴിച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. 5 ടേബിൾ സ്പൂണാണ് വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയം ഇതിൻ്റെ കൂട്ടത്തിൽ 100 ഗ്രാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം, അതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ 2 സവാള ചേർത്ത് കൊടുക്കാം, പക്ഷേ ടേസ്റ്റ് ചെറിയുള്ളിക്കാണ്. പിന്നെ മീഡിയം സൈസിലുള്ള പഴുത്ത തക്കാളി 2 എണ്ണം കട്ട് ചെയ്ത് ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുഴുവനായിട്ടുള്ള പെപ്പർ 1 ടേബിൾ സ്പൂൺ, അതേപോലെ മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ, അത് 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പെല്ലാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഗരം മസാല പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അല്പം എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഓയിൽ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ മതി. ഇനി എല്ലാം കൂടി നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഞാനിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന അളവുണ്ടല്ലോ, കറക്റ്റാക്കിയിട്ട് എടുക്കണം. ഇനി ചിക്കൻ നല്ലപോലെ വരഞ്ഞെടുക്കണം. ചിക്കൻ വീണ്ടും നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതേപോലെ ഫ്ലാറ്റ് ആക്കി കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഓൾസ് ഇട്ട് കൊടുക്കുക. ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് അകത്തിങ്ങനെ കയറണം, അതിന് വേണ്ടിയിട്ടാണ് ഓൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കുറേ ടൈം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി പെട്ടെന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എങ്ങനെയായാലും ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചേ തീരും. അതുമാത്രമല്ല, ചിക്കൻ നല്ല സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാൻ മസാലയെല്ലാം ഇതിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1/4 ഭാഗം മസാലയാണ് ഞാൻ തേച്ച് കൊടുത്തിട്ടുള്ളത്. 1/4 ഭാഗം ബാക്കി വെച്ചിട്ടുണ്ട്, അത് പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി നമുക്കിത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാൻ ഓവർനൈറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പാകം ചെയ്യാൻ ആവശ്യമുള്ള സമയത്ത് ഇത് പുറത്തെടുക്കണം. അപ്പോൾ പാകം ചെയ്തതിനേക്കാൾ 1 മണിക്കൂർ മുമ്പേ പുറത്തെടുത്തിട്ട് ഇതിൻ്റെ തണുപ്പെല്ലാം നല്ലപോലെ മാറണം. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കണം. ഈ ചിക്കൻ മുഴുവനായിട്ട് കൊള്ളുന്ന പാകത്തിനുള്ള ഒരു പാത്രം എടുത്തിട്ട് മീഡിയം തീയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കണം, ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നുള്ളത്. 2 മിനിറ്റ് സമയം നോക്കി തന്നെ വെക്കണം. അതൊരു മൊരിഞ്ഞ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം 2 മിനിറ്റ് കറക്റ്റ് നോക്കിയിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട്. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് മീഡിയം തീയിൽ കുക്ക് ചെയ്യണം. ഞാനിവിടെ 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ ചിക്കൻ ആയതുകൊണ്ട് വേറൊരു ചട്ടുകം അടിയിൽ വെച്ചതിന് ശേഷം വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ കാലെല്ലാം അകത്തായതിന് ശേഷം വീണ്ടും മൂടി വെക്കണം. അപ്പോൾ മീഡിയം തീയിൽ 3 മിനിറ്റ് ഞാനിവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഈ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ, 1/4 ഭാഗം, അതിലേക്ക്
1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറാണ്, ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് ഈ ഒറിഗാനോയ്ക്ക്. ഞാനിവിടെ വീണ്ടും 2 മിനിറ്റ് അതിന് ശേഷം നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മൂടി വെച്ചു. അങ്ങനെ ടോട്ടൽ 5 മിനിറ്റാണ് ഞാൻ പാനിൽ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ടൈമൊക്കെ കറക്റ്റ് തന്നെ ആവണം. ഇനി നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിൽ പേപ്പറാണ്. അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ വെച്ചിട്ടാണ് പൊതിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിന് പാകത്തിനുള്ള അലുമിനിയം ഷീറ്റ് എടുക്കണം. ഞാനിവിടെ ഫോയിൽ പേപ്പർ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതായത് 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അത് ഈ ഫോയിൽ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കണം. വീണ്ടും ഒന്ന് ചുറ്റിച്ച് അടിഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ച മസാല ഉണ്ടല്ലോ, അതിൽ നിന്നും കുറച്ചെടുത്ത് ഇതേപോലെ ഒന്ന് ഷീറ്റിലേക്ക് തേച്ച് കൊടുക്കണം. ഇതിൻ്റെ മീതെയാണ് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ, അത് ഈ ചിക്കൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നല്ലപോലെ മസാലയൊക്കെ പുരണ്ട് അടിപൊളി ടേസ്റ്റിൽ ഷവായി ഗ്രിൽഡ് ചിക്കൻ റെഡിയാവും. അപ്പോൾ ഈ മസാലയുടെ മണമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഇത് തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വായിൽ നിന്നെല്ലാം വെള്ളം ഇങ്ങനെ ഇട്ട് വീഴുന്നൊരവസ്ഥയാണ്. ഇനി ചിക്കൻ പാനിൽ ഗ്രിൽ ചെയ്തല്ലോ, ആ സമയത്ത് ബാക്കി വന്ന മസാലയും ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കണം. പിന്നെ ഇതെല്ലാം തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. പിന്നെ അതിന് മുമ്പായിട്ട് കുറച്ച് ബട്ടർ ഉണ്ടല്ലോ, ആ ബട്ടർ ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഓരോ ഭാഗത്ത് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടിത് നമ്മൾ കവർ ചെയ്തെടുക്കണം, നല്ല പോലെ കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ ആവിയൊന്നും ഒട്ടും പുറത്ത് പോവാൻ പാടില്ല. ആ രീതിയിൽ നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഫോയിൽ പേപ്പർ എടുക്കണം. ഞാനിവിടെ എല്ലാം ടൈറ്റായിട്ട് തന്നെ ഇതേപോലെ പേപ്പർ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ സാധാരണ നമ്മൾ ഹോട്ടലിൽ തന്നെയാണ് വാങ്ങൽ. 450-500 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്ന ഈ ചിക്കൻ ഏകദേശം 200-250 രൂപയുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ വൃത്തിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു പഴയ പാൻ ഞാൻ മുമ്പേ തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2-3 മിനിറ്റായി ചൂടാവാൻ വെച്ചിട്ട് മീഡിയം തീയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ചിക്കൻ ഈ പാനിലോട്ട് വെച്ചിട്ട് ചെറിയ തീയിൽ 20 മിനിറ്റ് ഒന്ന് ഞാൻ കുക്ക് ചെയ്തെടുത്തു. 20 മിനിറ്റിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ചെറിയ തീയിൽ 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഷവായി ഗ്രിൽഡ് ചിക്കൻ റെഡിയായി. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് മാത്രം പാൻ തുറന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ ആവിയെല്ലാം ഈ ചിക്കൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ പിടിക്കണം. അതിൻ്റെ ഫ്ലേവറൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ദമ്മായിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് അരമണിക്കൂറും കൂടി നമ്മൾ ഇതേ പാനിൽ തന്നെ വെച്ച് കൊടുക്കുന്നത്. അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഷീറ്റെല്ലാം തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഷവായി ഗ്രിൽഡ് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തിനാണ് നമ്മൾ വെറുതെ ഹോട്ടലിലും പോകുന്നതല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചിക്കൻ വാങ്ങിയിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഇത് കുറച്ച് വലിയ ചിക്കനാണ്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ച് വാങ്ങിയാൽ മതി. ഇനി ഈ ഫോയിൽ പേപ്പറിലുള്ള മസാല ഉണ്ടല്ലോ, അതും ഇതിൽ കിടക്കുന്ന ഓയിലെല്ലാം ഇതിൻ്റെ മീതിയായിട്ട് ഒഴിച്ചു കൊടുക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വോയിസ് കൊടുക്കാൻ എന്നെ പറ്റുന്നില്ല. ഇങ്ങനെ കണ്ടുകൊണ്ട് വോയിസ് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ നാവ് നല്ല വെള്ളം ഇങ്ങനെ കിഞ്ഞുകൊണ്ട് വരും. അത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ജസാക്കല്ലാഹ് ഖൈർ.